കാര്യം എന്തൊക്കെയായാലും CPM കോൺഗ്രസിനേക്കാളും ഒരു പടി മുന്നിലെത്തി. ഇന്ദിരാഭവനിൽ കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. പുരോഗതി ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കൊണ്ട് തീരാത്തതുകൊണ്ട് അങ്ങ് കേന്ദ്രത്തിലോട്ട് നീക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി കമ്പനിയിലെ എല്ലാ അംഗങ്ങൾക്കും സീറ്റ് വേണമെന്ന ആവശ്യവും കൊടുക്കാൻ കഴിയില്ലെന്ന VM സുധീരന്റെ പിടിവാശിയുമൊക്കെയാണ് ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകാൻ കാരണമത്രേ. പ്രശ്നമല്ല, നിങ്ങളൊരു പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി വളരെ കൃത്യമായി ഒരു പരിശോധന വേണം. വളരെ സൂക്ഷ്മമായി ഫലപ്രദമായി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഗംഭീര ചൂടാണ്, ഭയങ്കരം. വിയർപ്പൊലിച്ചൊരു കടലായി, ചുട്ടുപഴുത്തൊരു കനലായി, ഈ വീടൊരു മൈക്രോവേവായി. തെരഞ്ഞെടുപ്പ് പ്രോസസ് നടക്കുമ്പോഴുണ്ടാകുന്ന ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാനെ നീ വെറും വേസ്റ്റായി, മൂന്നും നാലും കൈകൾ വീശി കണ്ടു രസിക്കുകയല്ലേ നീ. നിലപാടിൽ മാറ്റം വരുത്തേണ്ട കാര്യം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. ചേട്ടാ, ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ്? CPM-ൽ KPSC ലളിതയും BJP-യിൽ സുരേഷ് ഗോപിയും ഒരു കണക്കിന് ഒരേ തൂവൽ പക്ഷികളാണ്. വടക്കാക്കി അരിക്കാക്കപ്പെട്ടവരാണ് ഇരുവരും. ഒരാൾക്ക് CPM പ്രവർത്തകർ തന്നെയാണ് പണി കൊടുത്തതെങ്കിൽ സുരേഷ് ഗോപിക്ക് മടുക്കാൻ കാരണം സോഷ്യൽ മീഡിയയാണ്. സ്ഥാനാർത്ഥി കുപ്പായവുമായി പാർട്ടി പിന്നാലെ നടന്നിട്ടും സുരേഷ് ഗോപി പിന്മാറുകയായിരുന്നുവെന്നാണ് കേൾവി. എന്നുവെച്ച് മാറി നിൽക്കാനൊന്നും ആക്ഷൻ ഹീറോ തയ്യാറല്ല. തനിക്കില്ലെങ്കിലും തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട് കക്ഷി. ചേട്ടാ, കുറച്ച് ചോറിട്ടെ? വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്? വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അഞ്ചു വർഷത്തെ ദുർഭരണം, 5 വർഷത്തെ വഞ്ചനാപരമായ ഭരണം, 5 വർഷത്തെ തുരപ്പൻ ഭരണം എന്ന് പറയുന്നത് ചർച്ചയാവാൻ, ശക്തമായ ചർച്ചയാവാനുള്ള വേദികൾ BJP-യുടെ അണികൾ, അതുപോലെ തന്നെ BJP-യെ സഹായിക്കുന്ന BDJS പോലെ, അതുപോലെ തന്നെ ശ്രീ PC തോമസിന്റെ പാർട്ടി LJP, ഇവരെല്ലാം ശക്തമായി മുന്നോട്ട് വന്ന് 5 വർഷം, അതിന് മുമ്പുള്ള 55 വർഷം ഇതിന്റെ സത്യസന്ധമായ ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് നൽകാൻ സാധിക്കണം. ഒരു കൺവെൻഷൻ ഉദ്ഘാടന സ്ഥലത്ത് വന്നൊരു പ്രചരണ പ്രസംഗമല്ല നടത്തേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഡേറ്റ 60 വർഷത്തിൽ നിന്ന് നമുക്ക് നൽകാനാവും. പ്രത്യേകിച്ചും വളരെ ദുർഭരണം എന്ന് പറഞ്ഞാൽ പോലെ ഈ നാടിന്റെ യശസ്, ഇതിന്റെ ഒരു മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് മോശപ്പെട്ട പ്രവണതകൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ പ്രത്യാഘാതം ഓരോ കുടുംബത്തിലും എത്രമാത്രം ഉണ്ടാക്കുമെന്ന് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സത്യസന്ധമായ രീതിയിൽ മാത്രമാണ്. ഒരു നുണയും നമുക്ക് എഴുന്നള്ളിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്കറിയാം സത്യം എന്താണെന്നുള്ളത്. ആ സത്യം അവരെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഫിഫ്ത് സ്റ്റേറ്റിൽ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്കോട്ട് TMT സ്റ്റീൽ ബാർസ്, ഉരുക്കിൻ കരുത്തിൽ പുതിയൊരു ലോകം. തുള്ളി തുള്ളിയായി പൊഴിയവേ, ഉള്ളിൽ തേന്മഴ ഒഴുകവേ, കനവുകൾ മാനം നിറയവേ, മനം കുളിർക്കും മേഘമായി വിണ്ണിൽ നിറന്നു സന്തോഷക്കുടകൾ, വിണ്ണിൽ നിറന്നു. 8 കോടി ആളുകൾക്ക് ദിവസവും വീഡിയോകോൺ D2H സന്തോഷക്കുട ചൂടുന്നു. பாபி சம்மனூர் இன்டர்நேஷனல் ஜுவல்லர்ஸின் புதுப்பிக்கப்பட்ட ஊட்டி ஷோரூம் மற்றும் தங்க கடன் கிளையின் துவக்க விழா ஏப்ரல் 1, 2016 அன்று காலை 10:30 மணிக்கு நடைபெற உள்ளது. இந்த ஷோரூமை டாக்டர் பாபி சம்மனூர் மற்றும் நடிகை தமன்னா திறந்து வைக்கிறார்கள். அனைவரும் வருக. பாபி சம்மனூர் இன்டர்நேஷனல் ஜுவல்லர்ஸ், நம்பர் 247 കമേഴ്ഷ്യൽ റോഡ്, ഊട്ടി. അപ്പനും തുട്ട മാറാല കൃഷി നടത്തുന്നുണ്ട. എന്റെ അപ്പുണ്ടല്ലോ, ആരായിരുന്നറിയോ? ഈ കുന്നംകുളത്ത് അങ്ങാടിയിലൊരു ഹിറ്റ്ലറായിരുന്നേ, ഒരു കോപ്പിലപ്പൻ. വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും കൂടി പഠിപ്പിക്കാണ്ട ഞങ്ങൾ ഈ കോലത്തിലാക്കില്ലേ. കുന്നംകുളത്തങ്ങാടി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8-ന്. കുന്നംകുളത്തങ്ങാടി പവേർഡ് ബൈ കല്യാൺ സിൽക്സ്.
ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ 21 ഷോറൂമുകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. In association with LLH Hospital, The Healing Touch, Abu Dhabi. Tasty food, your trusted quality. രാഷ്ട്രീയ കേരളത്തിന്റെ വിധിയെഴുത്ത് എന്താകും? കേരളം ആര് ഭരിക്കും? നിരവധി തെരഞ്ഞെടുപ്പുകളുടെ അനുഭവ സമ്പത്തുമായി മീഡിയ വൺ കോർ ടീം മണ്ഡലങ്ങളിലൂടെ കഴിഞ്ഞ തവണ കേരള മാർച്ച് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക്. നാട് മുഴുവൻ തെരഞ്ഞെടുപ്പ് ലഹരിയിലാണ്. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ മാത്രം. നാട്ടിൽ നടക്കുന്ന ഈ ബഹളത്തിൽ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് എത്രത്തോളം താല്പര്യമുണ്ട്? അല്ല, അവർക്ക് എന്തൊക്കെ അറിയാം? ഭാവിയിലെ നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ ആണല്ലോ. ഒന്ന് തിരക്കി നോക്കാം. ഒരു മുൻകൂർ ജാമ്യം നേരത്തെ എടുക്കുന്നു. രാഷ്ട്രീയത്തെ അത്ര ശരിയായി നിർവചിക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ അത്രത്തോളം കള്ളമില്ലല്ലോ. ഇലക്ഷൻ എന്താ? തെരഞ്ഞെടുപ്പ് എന്താ? ആൾക്കാരെ തെരഞ്ഞെടുക്കുക, മെമ്പർമാരെയൊക്കെ എന്താ പറയാ ഇലക്ഷൻ MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും തെരഞ്ഞെടുക്കുന്നു. വാർഡ് മെമ്പറായി കൗൺസിലറായി മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മിനിസ്റ്റർ, MLA, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അവര് ഓരോ ഇലക്ഷൻ ലഭിക്കുന്ന നേതാക്കള് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമുക്ക് ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരെ ശരിയാക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ പാർട്ടിയാണ് കേരളത്തിലുള്ള? LDF, UDF, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്. LDF, UDF, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, CPM. BJP, മുസ്ലിം ലീഗ്, UDF, LDF, ലീഗ്, കോൺഗ്രസ്. ഏത് നേതാവിന് ഇഷ്ടം? ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി ഇഷ്ടപ്പെടാനുള്ള കാരണം? നമുക്ക് വേണ്ടി കുറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ള വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ. കുഞ്ഞാലിക്കുട്ടി ഇവിടെ കുറെ ജനങ്ങൾക്കൊക്കെ കുറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ എന്താ വേറെ ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലുള്ളവരൊക്കെ ആർക്കാ വോട്ട് ചെയ്യാറ്? കോൺഗ്രസ്. അറിയില്ല. ഏത് കൊടിയാ ഇഷ്ടം? പച്ചക്കൊടി. ഈ 3 വരകൾ പോലെ, ഈ നാഷണൽ ഫ്ലാഗ് പോലെ. പക്ഷെ അശോക ചക്രം ഉണ്ടാവില്ല, ചക്രം മാത്രമേ ഉണ്ടാവുള്ളൂ. ചുവപ്പ് കൊടി ഇഷ്ടല്ലേ? ഇഷ്ടാണ്. ഗ്രീനോടാണ് ഇഷ്ടം. എന്താ കാരണം? അതായത് ആൾക്കാരെ തല്ലും കൊല്ലും. പോലീസിന്റെ വലയിൽ പോലീസ് വല വിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, അതിന് പോലീസിന്റെ കയ്യിൽ എവിടുന്നാ വലയെന്ന്. കണ്ടു പോലീസ് വലയെറിഞ്ഞ് അക്രമികളെ പിടികൂടുന്നത്. അന്തിമയങ്ങിയാൽ നമ്മുടെ പോലീസ് മയങ്ങുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വെറും മയക്കമല്ല, പൂസായിട്ടുള്ള മയക്കം.
പക്ഷെ ഇക്കാര്യത്തിൽ പരാതിയല്ലാതെ അന്വേഷണമൊന്നും നടക്കാറില്ല. കാരണം വേലി തന്നെയാണല്ലോ ഇവിടെ വിളവ് തിന്നുന്നത്. അതുകൊണ്ട് നാട്ടുകാർ സ്വന്തം തന്നെ ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന ആയുധം കയ്യിലുള്ളപ്പോൾ അവർ എന്തിന് കാത്തിരിക്കണം? നമസ്കാരം, ഞാൻ സൂരജ് പാലക്കാരൻ. മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കേണ്ട ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. യാദൃശികമായിട്ട് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച. ഈ റൂട്ടിൽ പൊക്കോണ്ടിരുന്നപ്പോൾ സമയം ഏകദേശം ഒരു 11:30 മണിയായിട്ടുണ്ട്. ഒരു പോലീസ് വണ്ടി അതിഭീകരമായിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി റോഡിൽ കൂടെ പോകുന്നു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും ഒന്നെങ്കിൽ അയാൾ ഉറങ്ങിപ്പോകുന്നതായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉറങ്ങിപ്പോയി എവിടെയെങ്കിലും വണ്ടി നിർത്തണ്ടേ. ഇത് വണ്ടി തെറ്റിച്ച് 2-3 ചേർത്ത് ഇടിക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പാടുന്നുണ്ടോ? നിങ്ങളുണ്ട് ഏത് സോറി കൂടെ വണ്ടി പോണേ നോക്കി. പാടിയാ പോകുന്നത്. KLO 01 BW 6946. ഇന്നത്തെ ഡേറ്റ് ഏതാണ്? 14/3/2016. 11:35 ഇപ്പൊ സമയം. പോലീസ് വണ്ടിയുടെ നമ്പർ KLO 01 BW 6946. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രതികരിക്കണം. നന്ദി. ഇനി ഒരു ബാഹുബലിയെ പരിചയപ്പെടാം. സിനിമയിലെ ബാഹുബലിക്ക് മരത്തിലും മലയിലുമൊക്കെ കയറണമെങ്കിൽ എത്രയോ ടേക്ക് എടുക്കണം, ഡ്യൂപ്പ് വേണം, സാങ്കേതിക സംവിധാനങ്ങൾ വേണം. പക്ഷെ ഈ ബാഹുബലിക്ക് ഇതൊന്നും വേണ്ട. ഈ വീഡിയോ എങ്ങാനും നമ്മുടെ രാജമൗലി നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇതിലെ നായകനെ പിടിച്ച് ബാഹുബലിയാക്കിയേനെ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് ശേഷം ആരെന്ന ചോദ്യത്തിന് വിരാട് കോഹ്ലി ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. മാച്ചുകൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാനുള്ള കഴിവ് പലപ്പോഴും അദ്ദേഹത്തെ സച്ചിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടാനും കാരണമായി. കോഹ്ലി പുലിയാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയവും തർക്കവുമില്ല. ഇനിയും ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് മാറ്റാൻ കോഹ്ലി തന്നെ അവസരമൊരുക്കുന്നു. കളത്തിനകത്തല്ല, പുറത്തു വച്ച് തന്നെ. Roll. Roll again. That's how you steal a double. So today I'm going to try something very dangerous. Do not try this at home. Chal, let's do this. Let's try something else now. Little to your right. Go back a bit. Go back, go back. Hold it up now. Not bad. 2 in a row. So now let's try one with the apple on his head. Hey. ഇതോടെ ഫിഫ്ത്ത് സ്റ്റേറ്റിന്റെ ആഴ്ചക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.